കർത്താവ് സിമ്പിളായിട്ട് മാത്രമാണ് നമ്മോട് സംസാരിക്കുന്നത്. കർത്താവ് ഹല്ലേലൂയ നമുക്ക് ഭാരമായതൊന്നും ദൈവം തന്നിട്ടില്ല. കർത്താവ് സിമ്പിളായി പറയുന്നു, ഹല്ലേലൂയ, ഞാൻ യഹോവയായ ദൈവമാകുന്നു, ഞാൻ വിശുദ്ധനായതുപോലെ നിങ്ങളും വിശുദ്ധി ഉള്ളവരായിരിക്കണം. ഹല്ലേലൂയ. കർത്താവ് വേറെ ഒന്നും നമ്മെ ചൊല്ലി ആമേൻ ചോദിച്ചില്ല. നമ്മൾ വിശുദ്ധിയായിരിക്കണം. കർത്താവ് ആമേൻ സകലത്തിന്റെ ഉടയവനാകുന്ന യേശു വിശുദ്ധനാകുന്നു. കർത്താവ് അശുദ്ധി ഒന്നും തൊടുകയില്ല. ആമേൻ. അപ്പോൾ നാം കർത്താവ് പറയുന്നു, കർത്താവ് വിശുദ്ധനായിരിക്കും പോലെ നാം വിശുദ്ധി ഉള്ളവരായിരിക്കണം. സ്തോത്രം, സ്തോത്രം. പക്ഷേ അത് ഒരു വലിയ ആമേൻ ഘട്ടമാകുന്നു എങ്കിൽ അത് ഒരു നിമിഷം പോലും പ്രയാസവുമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് പറയുന്നു, സകല ഇഴജന്തുക്കളിൽ മേലും ദൈവം നമുക്ക് അധികാരം തന്നു, അതിൽ ഒന്നും നമ്മെ തൊടുകയില്ല. അതുകൊണ്ടാണ് ലൂക്കോസ് 10:19 പറയുന്നു, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നു, അത് നിങ്ങൾക്ക് ഒരു ദോഷവും വരുത്തുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞ ഒരു വാക്ക് വള്ളിയോ പുള്ളിയോ മാറുകയില്ല. സ്തോത്രം. എന്നാൽ അത് നമുക്ക് ഒരു വാക്കുകൂടെ വായിച്ച് എന്റെ സാക്ഷിയിലെത്തിക്ക് ഞാൻ കടക്കുന്നു. ആമേൻ. സദൃശ്യവാക്യം ഓറി ബലവൗഡ ഹത്തുരജാര. സദൃശ്യവാക്യം. പ്രൈസ് ദി ലോർഡ് ജീസസ്. മഹത്വം. ആമേൻ. സദൃശ്യവാക്യം 30 സദൃശ്യവാക്യം 30:6 വാക്യം ഒന്ന് വായിക്കാം. അവന്റെ വചനങ്ങളോട് നീ ഒന്നും കൂട്ടരുത്, അവൻ നിന്നെ വിസ്തരിച്ചിട്ട് നീ കള്ളനാകുവാൻ ഇടവരരുത്. ഹല്ലേലൂയ. സ്തോത്രം. ഈ വചനം കേട്ടോ, ഈ വചനം കേട്ടോ. സ്തോത്രം. എന്തോന്ന്? ഹല്ലേലൂയ. നമുക്കെല്ലാം സിമ്പിളായ ഒരു വാക്യം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വചനം സത്യവേദ പുസ്തകമെന്നാണ് ഈ വചനത്തിന്റെ ഫ്രണ്ടിൽ അടിച്ചിരിക്കുന്നത്. ആമേൻ. വേറെ ഒരു പുസ്തകത്തിൽ ഇങ്ങനെ എഴുതിയിട്ടില്ല, സത്യവേദ പുസ്തകം. അപ്പോൾ ഇത് സത്യം മാത്രം പറയുന്നു. അതുകൊണ്ട് ദൈവമക്കളെ, ഞാനും നിങ്ങളും ഈ വചനം എടുക്കുമ്പോൾ സത്യം മാത്രമേ പറയാവൂ. ഹല്ലേലൂയ. വചനം പറയുന്നു, ഈ വചനത്തിൽ നിന്ന് കൂട്ടുന്നവനെയോ കുറയ്ക്കുന്നവനെയോ ഹല്ലേലൂയ അവസാന നിമിഷം ന്യായവിസ്താരത്തിന്റെ മുൻപിൽ കൊണ്ടുവന്നിട്ട് കള്ളനെന്ന് പറയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാം കള്ളനെന്ന് ഒരിക്കലും കേൾക്കാതെ ഇരിക്കാൻ വേണ്ടിയാണ് നാം ഓടി ദൈവസന്നിധിയിൽ അടുത്ത് വരുന്നത്. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. നമുക്കറിയാം, കർത്താവിന്റെ ദാസൻ ഇപ്പോൾ പറഞ്ഞു, ഉപകാരമില്ലാതെയായാൽ അതിനെ എന്തോന്ന് കൊണ്ട് പ്രയോജനപ്പെടുത്തും. ഹല്ലേലൂയ. ഉപ്പില്ലാതെ ഒരു ആമേൻ നമുക്കൊന്നും കഴിക്കുവാൻ പറ്റുകയില്ല. നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇന്നാരിക്ക് പഥ്യം ഉപ്പില്ലാത്ത കഞ്ഞി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവരോട് നമുക്ക് തിരിഞ്ഞൊന്ന് ചോദിക്കാം, എന്താ സഹോദരാ നിനക്ക് പറ്റിയത്? ആമേൻ. അയാൾ പറയും, പണ്ടേ എനിക്കൊരു ഈട് പറ്റി, ഞാൻ ഇന്ന് ഹല്ലേലൂയ എനിക്കല്ലെങ്കിൽ വലിയ ഒരു വാദം പിടിച്ചിരിക്കുന്നു, ആമവാദം പിടിച്ചിരിക്കുന്നു, അതുകൊണ്ട് എനിക്ക് ഉപ്പില്ലാതെ കഴിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉപകാരമില്ലാതെ പോയാൽ അതിനെ എന്തോന്ന് കൊണ്ട് പ്രയോജനപ്പെടുത്തും? ഹല്ലേലൂയ. ഏത് കറിക്ക് ഉപ്പ് വേണം? ഏത് കറിക്കും. ഞാൻ പറയട്ടെ, ഒരു കറി വെച്ചിട്ട് നമ്മുടെ വീട്ടിൽ ഒരു മദ്യപാനിയുണ്ട്. ഹല്ലേലൂയ. അയാൾക്ക് അറിവില്ല ഉപ്പുണ്ടോ എന്തുണ്ടെങ്കിലും. എങ്കിലും ചിലപ്പോൾ അയാൾ രുചിച്ചു നോക്കുമ്പോൾ ഉപ്പില്ല. ചാടി എഴുന്നേൽക്കും, എന്തെങ്കിലും ഉപ്പില്ലാത്തത്. ഹല്ലേലൂയ. അയ്യോ, ഞാൻ മറന്നുപോയി. അയാൾ സമ്മതിക്കയില്ല. സ്തോത്രം. എന്നാൽ യേശു കർത്താവ് നമ്മെ നോക്കി, എന്നെ നോക്കി, നിങ്ങളെ നോക്കി പറയുന്നു, ഉപകാരമില്ലാതെ പോയാൽ അതിന് എന്തോന്ന് കൊണ്ട് പ്രയോജനം? അത് ചകിട്ടുവാനല്ലാതെ വേറെ ഒന്നിനും കഴിയുകയില്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. വിളിച്ച ദൈവം വിശ്വസ്തനാണ്. കർത്താവ് വിളിച്ചിട്ടുണ്ടെങ്കിൽ നമ്മെ വഴിയിലിട്ടേച്ച് പോകയില്ല. ഹല്ലേലൂയ. പാട്ടുകാരൻ പാടിയതുപോലെ, മരണ നിഴലിൻ താഴ്വരയിൽ ശരണമായ എനിക്കേശുവുണ്ട്, കരള
അലിഞ്ഞു എൻ കൈകൾ പിടിച്ചു കരുതി നടത്തുമെന്നന്ത്യം വരെ. കർത്താവ് നമ്മളെ കയ്യിൽ പിടിച്ചിട്ട് ആമേൻ അവൻ എഴുന്നേൽപ്പിച്ചിട്ട് മകനെ മകളെ നിനക്കെന്തെന്ന് ചോദിച്ചിട്ട് നമ്മെ കയ്യിൽ പിടിച്ച് എഴുന്നേൽപ്പിച്ച് നമ്മെ മാറോട് ചേർത്ത് അവൻ നമ്മെ അണയ്ക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ എൻ്റെ സാക്ഷിയിലേക്ക് ആമേൻ ഇത്രയും പെട്ടെന്ന് കടന്നു വരുന്നു. സ്തോത്രം, ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഹല്ലേലൂയ. എൻ്റെ പേര് ശോഭനകുമാരി. ഹല്ലേലൂയ, ആമേൻ. സ്തോത്രം, ഹല്ലേലൂയ. ഞങ്ങളിപ്പോൾ താമസിക്കുന്ന കടിക്കാമൂട്, ഹല്ലേലൂയ, ആ പ്രദേശത്തായിരിക്കുന്നു. ഹല്ലേലൂയ. എന്നാൽ കഴിഞ്ഞ 2019 ആമേൻ പെട്ടെന്ന് ഹല്ലേലൂയ എനിക്കൊരു രോഗം ബാധിച്ചു. രോഗമല്ല, ഹല്ലേലൂയ, ഞാൻ ഇന്ന് പറയുന്നത് രോഗമല്ല. പ്രൈസ് ദി ലോർഡ്. എന്നെ അങ്ങനെ ഒരു രോഗമേ തൊട്ടിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. എന്നാൽ എൻ്റെ ചെവിയുടെ ഭാഗത്ത് ഒരു കഴല വളർന്നു. ഹല്ലേലൂയ. അതിങ്ങനെ കൊണ്ട് ഡോക്ടർമാരെ കാണിച്ചപ്പോൾ അവർ പറഞ്ഞു എത്രയും പെട്ടെന്ന് നിങ്ങൾ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി ആമേൻ അത് ബയോസിച്ച് ആമേൻ അയക്കുവാൻ പറഞ്ഞു. ഞങ്ങൾ അതേപോലെ ഹല്ലേലൂയ മനുഷ്യരല്ലയോ നാം മനുഷ്യർ. കർത്താവ് പറഞ്ഞു ദോഷങ്ങളാൽ എന്നെ പരീക്ഷിക്കരുത്. കഴിഞ്ഞ നാളുകൾ ലൂക്കോസിനോട് കേട്ടാൽ ലൂക്കോസ് പറയും ഞാനൊരു വൈദ്യനായിരുന്നു. ഹല്ലേലൂയ. കർത്താവ് നമുക്ക് ബലം നൽകിയിട്ടുണ്ട്. വചനം പറയുന്നു ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. ദൈവത്തിന്റെ ബലം നമുക്ക് തരുമ്പോൾ നാം ഭാഗ്യമുള്ളവനാകുന്നു. അവൻ ഏത് തിന്നാലും ചിക്കനോ മട്ടനോ ബീഫോ ഉണ്ടാകട്ടെ അതൊന്നും ബലമല്ല, അത് ശരീരത്തിന് കൊടുക്കുന്നത്. ഇതിന്റെ അകത്തൊരു ആത്മാവുണ്ട്, ആത്മാവുണ്ട്, ആത്മാവുണ്ട്. ആത്മാവിൽ നാം ബലം പ്രാപിച്ചാൽ ഹല്ലേലൂയ നാം നിന്നതല്ല, നമ്മെ നിർത്തുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാം നടന്നതല്ല, നമ്മെ നടത്തുന്ന ഒരു കർത്താവുണ്ട്. ആ കർത്താവിന്റെ പാദത്തിൽ ഹല്ലേലൂയ വിശ്വസ്തതയോട് നാം കേട്ടല്ലോ. ഹല്ലേലൂയ. ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും പലപ്പോഴും കഴിഞ്ഞില്ല എങ്കിലും ചില കാര്യങ്ങൾക്ക് നാം വിശ്വസ്തതയും വിശുദ്ധിയും ഹല്ലേലൂയ നിർമ്മലയും ഹല്ലേലൂയ മനസ്സാക്ഷിയുമായിരുന്നാൽ ദൈവം നമ്മെ ചെവിയിൽ ചാച്ചു നമ്മുടെ വേദന അറിയുന്ന ഒരു നല്ല കർത്താവുണ്ട്. ഭർത്താവിന് അറിയാത്തത്, ഭാര്യയ്ക്ക് അറിയാത്തത്, അപ്പനറിയാത്തത്, അമ്മയ്ക്കറിയാത്തത്, മക്കൾക്കറിയാത്തത്, മരുമോനറിയാത്തത്, മരുമോക്കറിയാത്തത്, അമ്മായിയപ്പൻ അറിയാത്തത്, അമ്മായി അമ്മയ്ക്കറിയാത്തത് അറിയുന്ന ഒരു സർവശക്തനുണ്ട്. പാസ്റ്റർമാർക്ക് അറിയുകയില്ല, പ്രവാചകന്മാർക്ക് അറിയുകയില്ല. ഇന്നത്തെ പ്രവാചകന്മാർ, ഇന്നത്തെ പ്രാർത്ഥിക്കുന്നവർ അറിയാൻ പാടില്ല. നമ്മുടെ വേദനയിൽ അവർ പറയും, അവർ പ്രവചിക്കും, ഇതാ നിനക്ക് പാസ്പോർട്ട് വരുന്നുണ്ട്, നീ വിസയോ ഇപ്പോൾ വരും. നോ, പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം വരുത്തുന്നതാകുന്നു പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിലപ്പോൾ നാം പാപം ചെയ്തിട്ടായിരിക്കും വേദിയിൽ കടന്നു വരുന്ന പ്രവാചകൻ വന്ന് തൊടും. ആമേൻ. അന്യഭാഷ പറഞ്ഞിട്ട് ഹല്ലേലൂയ നിന്റെ ആത്മാവിന്റെ കണ്ണ്, നിന്റെ ഉൾക്കണ്ണ് തുറക്കുമെങ്കിൽ അത് പുറത്തു വരും. ഹല്ലേലൂയ. അനേകരുടെ കണ്ണടഞ്ഞിരിക്കുന്നു, അതുകൊണ്ടാകുന്നു. ഹല്ലേലൂയ, ആമേൻ. ഹല്ലേലൂയ. യേശു കടന്നു പോകുമ്പോൾ അനേകരോട് ചോദിച്ചു അതെന്താ ഒരാൾക്കൂട്ടം, എന്താ ഒരു ആൾഭാരം. ഹല്ലേലൂയ. എന്നാൽ പരിശുദ്ധാത്മാവിൽ ഞാൻ പറയട്ടെ, പരിശുദ്ധാത്മാവിൽ ഞാൻ പറയട്ടെ, അനേകര് പറഞ്ഞു മിണ്ടാതെ ഇരിയടാ, യേശു ഇതുവഴി കടന്നു വരുന്നു. മിണ്ടാതെ ഇരിയടാ, യേശു വരുന്നു. അവൻ തപ്പി തടഞ്ഞുകൊണ്ട് ഇന്നലത്തെ കാലം ഇന്നൊരു ആരാപാരം ഇതാ നിൽക്കുന്നു. ഹല്ലേലൂയ. എന്താണ് അവിടെ, എന്താകുന്നു? ഹല്ലേലൂയ. അവൻ നോക്കിയപ്പോൾ വലിയ ഒരു ഒച്ച, വലിയ ഒരു ആൾക്കൂട്ടം തിരുതിര വരുന്നു. ഭൗതിക കണ്ണടഞ്ഞിരിക്കുന്നുവെങ്കിലും ആത്മാവിന്റെ കണ്ണിൽ അവന് മനസ്സിലായി. ഹല്ലേലൂയ. അവൻ വിളിക്കുന്നു, ദാവീദ് പുത്ര യേശുവേ എന്നോട് കരുണ തോന്നണമേ. മിണ്ടാതിരിയടാ, മിണ്ടാതിരിയടാ, ഞങ്ങളെല്ലാം ഭിക്ഷയാചിക്കുന്നു, നിനക്ക് മാത്രം എന്ത്? അവന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് പിന്നെയും പൊന്തി. യേശു നടന്നു പോകുന്നു. യേശു നടന്നു പോയിട്ട് യേശു നിന്നു. ദാവീദ് പുത്ര വീണ്ടും വിളിക്കുന്നു. ആ വിളിയിൽ വീണ്ടും യേശു നിന്നു. വിളിക്കുന്നതാ ഭിക്ഷ യാചിക്കുന്ന ഭിക്ഷക്കാരൻ. നിന്നാരാണോ വിലക്കിയത് അവനോട് പറഞ്ഞു അവനെ കൂട്ടിക്കൊണ്ട് വരിക. യേശുവിന്റെ നാമത്തിൽ ഞാൻ പറയുന്നു,
വചനം എന്ന ആത്മാവിൽ ഞാൻ വിളിച്ചു പറയുന്നു. നീ ആരെ അന്വേഷിക്കുന്നു? അവൻ ഇന്ന് പകൽ ഇവിടെ വന്നിട്ടുണ്ട്. അവൻ ഇന്ന് ഇവിടെ വന്നിട്ടുണ്ട്. വെറുതെ അയക്കുന്ന ദൈവമല്ല. ഹല്ലേലൂയ. യേശു പറഞ്ഞു, 2 or 3 പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നിടത്ത് ഞാനുണ്ട്. യേശു വന്നിട്ടുണ്ട്. യേശു വന്നിട്ടുള്ളവർക്കെല്ലാം ആർത്തി ഒരു ഹല്ലേലൂയ വിളിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. എനിക്ക് ഇത്തിരി ആമേൻ, ഞാൻ ഇത്തിരി പ്രയാസത്തിൽ വയ്യാതെ കഴിഞ്ഞ മാസമായി ഇത്തിരി ബുദ്ധിമുട്ടിലായിരുന്നു. എന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ ശക്തിയോടെ അവൻ നമ്മോട് കൂടെ സംസാരിക്കും. അവൻ ഇടപെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ 2019 ഞാൻ പെട്ടെന്ന് ഒരു രോഗിയായി തീർന്നു. നല്ല ആടിയും പാടിയും ചുള്ളിയും ചാടിയും ആമീൻ ഓടിയും നടന്ന വ്യക്തി പെട്ടെന്ന് ഹല്ലേലൂയ ഒരു രോഗം എന്നെ ബാധിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി ആമീൻ കുത്തി ബയോപ്സിക്ക് അയച്ചു. അത് ട്യൂമറായിരുന്നു. ഹല്ലേലൂയ. സന്തോഷമുണ്ടോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. അങ്ങനെ ഹല്ലേലൂയ ഇത്തിരി 2019 മുഴുവനും ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ കയറി ഇറങ്ങേണ്ടി വന്നു. അവസാനം ഹല്ലേലൂയ ചില നിമിഷം കഴിഞ്ഞപ്പോൾ സർജറിക്ക് വിധേയപ്പെടേണ്ടി വന്നു. അങ്ങനെ ഞാൻ ഡോക്ടർമാരുടെ മുൻപിൽ ഇരിക്കുമ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു ഒറ്റ കാര്യം, അകത്ത് പോയിട്ട് പുറത്ത് വരികയില്ല. കാരണം ജീവനാടി ഹല്ലേലൂയ വായുടെ ഗന്ധം ഹല്ലേലൂയ ഉമിനീരിന്റെ ഗന്ധി ഇതിൽ കൂടെയാണ് കടന്നു വന്നിരിക്കുന്നത്. ഇത് സർജറി ചെയ്താൽ പുറത്തു വരികയില്ല. ഹല്ലേലൂയ. പുറത്ത് വരണമെങ്കിൽ അകത്ത് കയറി ആമീൻ പുറത്ത് വരുമെന്ന് വിശ്വാസം ഉണ്ടോ എന്ന് ചോദിച്ചു. ആമീൻ. ഞാൻ പുറത്തിറങ്ങി കരഞ്ഞു. പ്രിയപ്പെട്ടവന്റെ തോൾ ഇങ്ങനെ കൈ പിടിച്ചിട്ട് ഞങ്ങൾ വീട്ടിൽ പോന്നു. ആഴ്ചയിൽ കോവിഡ് വന്നു. സന്തോഷമുണ്ടോ? എല്ലാവരും എന്തോ പോലെ ഇരിക്കുകയാണ് സന്തോഷത്തോടെ. ഹല്ലേലൂയ. കടന്ന് ചിരിച്ചാലും കർത്താവിന്റെ സന്നിധിയിലെ നമുക്ക് സന്തോഷമുള്ളൂ. വേറെ ഒരിടത്തും കിട്ടുകയില്ല. സദ്യക്ക് പോയി ഇടിച്ച് ആമേൻ മറിച്ചിട്ടുകൊണ്ട് ആമേൻ സദ്യക്ക് ഉണ്ണാൻ നേരത്തിന് എല്ലാം വരിയെങ്കിൽ നമുക്ക് ഇത്ര സന്തോഷം. ഹല്ലേലൂയ. ഇതൊരു നല്ല സന്തോഷമാണ്. ഇതൊരു നല്ല സന്തോഷമാണ്. ഇന്ന് തന്നെ രക്ഷാ ദിവസം. ഇത് തന്നെ സുപ്രഭാത കാലം. ഈ സമയം നമുക്ക് തക്കത്തിൽ ഉപയോഗിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് ചിരിച്ചാലും ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പാട്ടുകാരൻ പാടുന്നു, തകർത്ത ഇടി മുഴക്കം പോലെ പെരുവെള്ളത്തിന്റെ ഇരച്ചൽ പോലെ. ഹല്ലേലൂയ. നമുക്കൊരു ഹല്ലേലൂയ പറഞ്ഞാൽ നമുക്ക് ഒരു വിലയും കൊടുക്കണ്ടല്ലോ. ഹല്ലേലൂയ. അങ്ങനെ കർത്താവിന് സ്തോത്രം. 2019 ലാസ്റ്റില് എല്ലാവർക്കും അറിയാലോ കോവിഡ് വന്നത്. ഇവിടെ ആരെങ്കിലും ഉണ്ടായിരുന്നു? അപ്പോഴും എന്തായാലും ഞാൻ ഉണ്ടായിരുന്നു കോവിഡ് സമയത്ത്. കർത്താവിന് മഹത്വം. ഞങ്ങൾ ഭവനത്തിൽ വന്നു. ഹല്ലേലൂയ. 2019 2020 അനേകം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അനേകർ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു. അനേകരെ ഹല്ലേലൂയ ആമീൻ ടിപ്പറിലോ കൊണ്ടുവന്നു. അനേകരെ ഒരുമിച്ചിട്ട് കത്തിച്ചു കളഞ്ഞു. അനേക വിദേശ രാജ്യങ്ങൾ സ്വദേശ രാജ്യങ്ങൾ നഷ്ടപ്പെട്ടു പോയി. അനേക പ്രിയപ്പെട്ടവർ നഷ്ടപ്പെട്ടു പോയി. അതിൻ്റെ നടുവിൽ യേശു എന്നെ സൂക്ഷിച്ചത് അറിയേണ്ട പ്രിയമുള്ളവരെ. എന്നവൻ ആമീൻ കോഴി തൻ്റെ ചിറവ് കുഞ്ഞുങ്ങൾ അണയ്ക്കുന്നത് പോലെ, കഴുകൻ തൻ്റെ ചിറവ് കുഞ്ഞുങ്ങളെ ആമീൻ വഹിക്കുന്നത് പോലെ യേശു എന്നെ വഹിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത്തിരി പേര് പനി വന്നു. കർത്താവിന്റെ ഒന്നും വരാതെ ഒത്തിരി സഭകൾ അടച്ചു. അടിയാൽ പോകുന്ന സഭ അടഞ്ഞില്ല. അടിയങ്ങൾ ദൈവത്തെ ആരാധിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യഹോവ എന്റെ ജീവന്റെ ബലം. സങ്കീർത്തനക്കാരനോട് എനിക്ക് പറയാൻ പറ്റും, യഹോവ എന്റെ ജീവന്റെ ബലം. ഹല്ലേലൂയ. യഹോവ എന്റെ വെളിച്ചവും രക്ഷയുമാകുന്നു. ഹല്ലേലൂയ. സങ്കീർത്തനത്തിൽ ഹല്ലേലൂയ ആമേൻ ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. 71 സങ്കീർത്തനം 7-ാം വാക്യത്തിൽ പറയുന്നു, പ്രിയമുള്ളവരെ ഞാൻ പലർക്കും ഒരു അത്ഭുതമായിരിക്കുന്നു. ഹല്ലേലൂയ. ഒന്ന് സ്തോത്രം പറ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിന്റെ താഴോട്ട് വായിക്കുമ്പോൾ പറയുന്നു, വാർത്തത്തെ കാലത്ത് ഞാൻ നിന്നെ ഹല്ലേലൂയ അണയ്ക്കും, ബലം ക്ഷയിക്കുമ്പോൾ ഞാൻ നിന്നെ ഹല്ലേലൂയ മാറോട് ചേർക്കും. അതാകുന്നു നമ്മുടെ ദൈവം. ഹല്ലേലൂയ. സഭാ പ്രസംഗി വിളിച്ചു പറയുന്നു, ഓ സകലവും മായ, മായ, സകലവും മായ. ഒരു തലമുറ പോകുന്നു, അടുത്തൊരു തലമുറ വരുന്നു. ഹല്ലേലൂയ. എൻ്റെ അമ്മയുടെ അമ്മയെ എനിക്ക് ചിലപ്പോൾ അറിയാതിരിക്കും, പക്ഷെ അതിന്റെ അമ്മയുടെ അമ്മ 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 എനിക്ക് അറിവില്ല. അവരൊരു ഫോട്ടോ പോലും വച്ചിട്ടില്ല, പക്ഷെ എൻ്റെ അമ്മയുടെ ഫോട്ടോ കാണും. ഹല്ലേലൂയ. എന്നാൽ നമ്മെ സൃഷ്ടിച്ച് നമ്മുടെ അമ്മയുടെ ഉദരത്തിന് മുൻപേ ഹല്ലേലൂയ നമ്മെ മെടഞ്ഞിരുന്ന കർത്താവ് നമ്മെ കുറിച്ച് കണ്ടിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ.
ഹല്ലേലൂയ. അങ്ങനെ ഹല്ലേലൂയ 2020 21 യേശു കർത്താവിനെ സൂക്ഷിച്ചു. അവൻ ഭദ്രമായി എന്നെ കാത്തു. ശത്രുവിന് കഴുകൻ വിട്ടുകൊടുത്തില്ല. ഒരു കാക്കയും വന്നില്ല, ഒരു പരുന്തും വന്നില്ല. ദൈവം എന്നെ അതിയായി സൂക്ഷിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ 2022 തുടങ്ങി. എനിക്ക് പിന്നെയും വയ്യ. പിന്നെ എന്നെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. ഹല്ലേലൂയ കാണിച്ചു. പിന്നെ കുത്തി ബയോസിക്ക് അയച്ചു. കുത്തുമ്പോൾ സന്തോഷം നോക്കിയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്ക് വേദന വരുമ്പോൾ ഞാൻ പറയും എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഭയങ്കരം പറയരുത്. ഭയങ്കര യേശു അല്ലാതെ ഒരുവനുമില്ല. ഇത്തിരി സന്തോഷം എന്ന് പറയണം. ഹല്ലേലൂയ. ഞാൻ ഇത്തിരി ഇങ്ങനെ പഠിച്ച് വരെയാണ്. ഒരു ഭയങ്കരം എന്ന് പറയുന്ന അത് യേശു കർത്താവ് മാത്രമേ ഉള്ളൂ. ചിലർ പറയും അയ്യോ ഭയങ്കര വയറുവേദന, അയ്യോ ഭയങ്കര തലവേദന, ഭയങ്കര കുറുക്ക് വേദന. നോ, യേശു അല്ലാതെ ഒരുവനുമില്ല ഭയങ്കര. ഹല്ലേലൂയ. യേശു മാത്രമാണ് നമുക്ക് സഹിക്കാന്നുള്ള വേദനയെ കർത്താവ് തരും. അല്ലേ? ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ കുഞ്ഞുങ്ങൾ കരയും, വലിയൊരു ഉമ്മനാണ്, പുരുഷന്മാർ അനങ്ങൂല. ശ്രദ്ധിച്ചിട്ടുണ്ടോ? കുഞ്ഞുങ്ങൾ കരയും ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ. നമ്മൾ അമ്മമാരല്ലേ, മക്കളെ കൊണ്ട് വെച്ചോട്ട് നമുക്ക് സങ്കടം വരും. പക്ഷെ നമുക്ക് ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ. പക്ഷെ പുരുഷന്മാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അവർ അനങ്ങൂല, അവർ വേദനയിലെങ്കിൽ കടച്ചു പിടിക്കും. നമ്മളെങ്കിൽ അതിൽ പ്രകടപ്പെടുത്തും. ഹല്ലേലൂയ. കുഞ്ഞുങ്ങളെ നിഷ്കളങ്ക അവർക്ക് അറിവില്ല. അങ്ങനെയാകുന്നുവെങ്കിൽ നമ്മുടെ അപ്പനപ്പനും അമ്മയ്ക്കമ്മയുമായി പ്രാണപ്രിയൻ കടന്നു വന്നിട്ട് പറഞ്ഞു ഭയപ്പെടേണ്ട മകളെ, ഞാനില്ലയോ നിന്റെ കൂടെ. അങ്ങനെ ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ കടന്നു പോയി. പിന്നെയും അത് കുത്തി ആമേൻ ബയോസിക്ക് അയച്ചു. എന്തൊരു സുഖം എൻ്റെ കുത്തമ്പ. ഈ ഭാഗത്തൊക്കെ ഒന്ന് കുത്തി നോക്ക്, എന്തൊരു സുഖം. എനിക്ക് ഭയങ്കര സുഖമായിരുന്നു, നല്ല സുഖമായിരുന്നു. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്നു. അത് റിസൾട്ട് ചില നാളുകൾ കഴിഞ്ഞ് കടന്നു വന്നു. അത് ക്യാൻസർ. അങ്ങനെ വീണ്ടും ഹോസ്പിറ്റലിൽ കടന്നു പോയി. ഡോക്ടർമാർ വിധി എഴുതി ഞാൻ മരിച്ചു പോകും, ഞാൻ സംസാരിക്കയില്ല, ഞാൻ വെള്ളം കുടിച്ചിറക്കുകയില്ല. ഹല്ലേലൂയ. എൻ്റെ ചിറി കോണിപ്പോകും, എൻ്റെ കണ്ണ് കാണുകയില്ല. ആമീൻ. എനിക്ക് ചെവി കേൾക്കുവാൻ കഴിയുകയില്ല. ഞാൻ മരിക്കും വരെയും ചിലപ്പോൾ ട്യൂബിട്ടുകൊണ്ടിരിക്കേണ്ടി വരും. നോ, ഞാൻ പറഞ്ഞു പുഷ്പവംശാതെ എന്നെ തൊട്ടു പോകരുത്. അവിടെ വച്ച് പറഞ്ഞിട്ട് പുറത്തിറങ്ങി വീണ്ടും സർജറിക്ക് വേണ്ടി ആമേൻ വിധേയപ്പെടുത്തി പോകുമ്പോൾ ഞാൻ മരിച്ചു പോകും. എൻ്റെ വീടെല്ലാം ഞാൻ വൃത്തിയാക്കി. സാക്ഷി അതായിരിക്കുന്നു. ചോദിച്ചു നോക്ക്. ഞാൻ എൻ്റെ വീടെല്ലാം വൃത്തിയാക്കി മരിച്ചു കൊണ്ടുവരുമ്പോഴേ വീട് വൃത്തിയില്ലെങ്കിൽ ആൾക്കാർ പറയില്ലേ അവളിവിടെ പാർത്ത വീടാണ് കിടക്കണം നോക്ക്. നമ്മളറിയ വരുന്നവർ പറയും നോക്കടി ആ വീട് കിടക്കണം നോക്കടി. ഹല്ലേലൂയ. ഞാൻ എല്ലാ വീടും വൃത്തിയാക്കി എൻ്റെ വസ്ത്രങ്ങളെല്ലാം കുറേ വാരി ഞാൻ മറ്റുള്ളവർക്ക് കൊടുത്ത്. മരിച്ച ആരും നമ്മുടെ വസ്ത്രം എടുക്കില്ല, ജീവനോട് ഇരിക്കുമ്പോൾ കൊടുക്കും. ഹല്ലേലൂയ. അങ്ങനെ ഞാൻ എല്ലാ വസ്ത്രങ്ങളും എല്ലാം ശരിയാക്കി പാക്ക് ചെയ്ത് മരിച്ചെന്നെ പുതപ്പിക്കേണ്ട വസ്ത്രങ്ങളെല്ലാം ഞാൻ കൃത്യമായി എടുത്തു വച്ചു. ഞാൻ പറഞ്ഞു, പ്രിയപ്പെട്ടവനോട് പറഞ്ഞു, ഇനി ഇതിന്റെ പുറത്ത് ഒരു വസ്ത്രം ഇടരുത്, ഈ വസ്ത്രമാണ് എനിക്ക് ഇടേണ്ടത്. ഹല്ലേലൂയ. അങ്ങനെ എല്ലാം ചെയ്തു. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. അന്ന് വീണ്ടും ഞങ്ങൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാൻ പോകുന്നു. അവിടെ ചെന്ന് എന്നെ അഡ്മിറ്റ് ആക്കിയപ്പോൾ എനിക്കെങ്ങുമില്ലാത്തൊരു വേദന. മരിച്ചു പോകുന്നല്ല, എനിക്കൊരു ഭയം എന്നെ പിടിച്ചിരുന്നു. ഹല്ലേലൂയ. അതിന് ചില നിമിഷത്തിനും അതെല്ലാം കഴിഞ്ഞു ഞങ്ങൾ ഹല്ലേലൂയ വീണ്ടും എന്നെ ഡോക്ടറെ നോക്കിയിട്ട് പറഞ്ഞു, ഇത് സർജറിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, നല്ല ബുദ്ധിമുട്ടാണ്, ഇത് പുറത്ത് വരികയില്ല. ഡോക്ടർമാർ ഇംഗ്ലീഷിൽ പറയുന്നത് നമുക്ക് ഇംഗ്ലീഷ് അറിഞ്ഞൂടെങ്കിലും നമുക്കറിയാമല്ലോ. ഹല്ലേലൂയ. എന്നെ ഇരുത്തിക്കൊണ്ടിങ്ങനെ പറയുമ്പോൾ എന്നെ ഇങ്ങനെ ഒരു കസേരയിലിരുത്തി, ഒരു സ്റ്റൂളിലിരുത്തി എല്ലാവരും ഇങ്ങനെ നോക്കുമ്പോൾ എൻ്റെ നടുവ് കുറുവിൽ കൂടി അവരിങ്ങനെ വരച്ചു വിട്ടിട്ട് പറഞ്ഞു, നോ, ഇത് നമുക്ക് ഹല്ലേലൂയ പുറത്ത് വരികയില്ല. ഹല്ലേലൂയ. 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 ഞാൻ അങ്ങനെ ഇരിക്കുമ്പോൾ ഹല്ലേലൂയ അവർ പറഞ്ഞു ഒരു ടെസ്റ്റിന് കൂടെ ആമേൻ നമുക്ക് കൊടുക്കാം, അത് കഴിഞ്ഞ് ചെയ്യാം എന്ന് പറഞ്ഞു. ആമേൻ. അന്ന് രാത്രി ആമേൻ ഡോക്ടർ വന്ന് എൻ്റെ പെരുവിരലിൽ തട്ടിയിട്ട് പറഞ്ഞു, നാളെ സർജറി വേണ്ട, ഒരു ടെസ്റ്റ് കൂടെ കഴിയും. പക്ഷെ എനിക്കൊരു രോഗമുണ്ടായിരുന്നു, എൻ്റെ തൊണ്ടയിലൊരു രോഗം. അത് എംആറിൻ്റെ പല സ്കാനിങ് എടുത്തിട്ടും കണ്ടില്ല. അനേകം ദൈവമക്കൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, അനേകം ദൈവമക്കൾ പ്രാർത്ഥിച്ചു. ഏത് സഭയിൽ ഞാൻ കടന്നു പോകുമ്പോൾ ഇത്തിരി ദൈവമക്കൾ എനിക്ക് ഓർത്ത് പ്രാർത്ഥിച്ചു. എന്തുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചു? എൻ്റെ പ്രിയപ്പെട്ടവൻ പ്രാർത്ഥിച്ചു. വചനം പറയുന്നു, സങ്കീർത്തനം 115:17 വാക്യത്തിൽ പറയുന്നു, മരിച്ചവർ മൗനതയിൽ ഇറങ്ങിയവർ ആ യഹോവയെ സ്തുതിക്കുന്നില്ല. അപ്പൊ നാം മരിച്ചു പോയെങ്കിൽ നമുക്ക് യഹോവയെ സ്തുതിക്കാൻ പറ്റുകയില്ല. അതേസമയം വചനം പറയുന്നു 118:17 വാക്യം, ഞാൻ മരിക്കുകയില്ല, ഞാൻ ജീവനോടിരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും. അപ്പൊ ഞാൻ മരിക്കുകയില്ല. ഉറപ്പുണ്ടല്ലേ?
മരിക്കൂല, മരിച്ച ദൈവത്തെ സ്തുതിക്കാൻ കഴിയുകയില്ല. പക്ഷേ ജീവനോടിരുന്നാൽ കർത്താവിനെ സ്തുതിക്കാം. അങ്ങനെ വീണ്ടും ടെസ്റ്റിന് കൊടുത്തു. ഞങ്ങൾ ഹല്ലേലൂയ, എൻ്റെ മകള് അവൾ ഇത്തിരി പഠിത്തമുള്ളതുകൊണ്ട് അവൾ ഡോക്ടർ പറഞ്ഞു നിങ്ങൾ പോയിട്ട് വരിക. ഇല്ല, അവൾ പറഞ്ഞു ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്ത് തന്നെ വിടണം, ഞങ്ങൾ അടുത്ത് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്നു. ഹല്ലേലൂയ. അന്ന് രാത്രി ദൈവാത്മാവ് എനിക്കൊരു കാഴ്ച കാണിച്ചു തന്നു. ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് വന്നു. ഞങ്ങളുടെ വീട് ഒരു മരണ വീട്. ക്യാൻസർ എന്നൊക്കെ പറയുമ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടല്ലേ? ഹല്ലേലൂയ. അങ്ങനെ ഇത്തിരി കരഞ്ഞും വിളിച്ചു. അനേകരെന്നെ കാണാൻ വരുന്നുണ്ട്. പക്ഷെ അവരാണേ നോക്കിക്കൊള്ളാൻ, നമുക്ക് വിഷമമില്ല. അവരാണ് വന്നിട്ട് പറഞ്ഞു, ഡി മെനിങ്ങാന്ന് അവൾ മരിച്ച കണ്ടോ? ക്യാൻസർ ആയിരുന്നു. ഓ കഷ്ടമല്ലേ? നോ, നാം കടന്നു പോകുന്നത് ഒരു രോഗിയുടെ അടുക്കൽ കടന്നു പോയാ ദൈവം സൗഖ്യം തരും. നമുക്ക് ആശ്വാസമുണ്ട്. നാം മരിക്കാനായിരിക്കും കിടക്കുന്നത്. യേശു കർത്താവ് നമ്മളെ വിളിക്കാനായിരിക്കും ഇരിക്കുന്നത്. നമ്മൾ ചെന്നിട്ടേ അരവീരോട് കിടക്കുന്നവനെ ഉള്ളുവീരും കടത്തി വിടരുത്. കർത്താവിന് സമയമുണ്ട്. ഹല്ലേലൂയ. കണ്ടില്ലേ ഇന്നലെ അവിടുത്തെ കുഞ്ഞമ്മേരെ മോള്, അവർക്ക് ക്യാൻസറാണ്. അയ്യോ നല്ല സൗഖ്യം ഉണ്ടായിരുന്നു. അവൾ ഇന്നലെയാണ് മരിച്ചത്. ഹല്ലേലൂയ. നോ, വിളിച്ചവൻ വിശ്വസ്തനാണ്. അതുകൊണ്ടാണ് പാട്ടുകാരൻ പാടിയത്, മരണ നിഴലിൻ താഴ്വരയിൽ ശരണമായ എനിക്ക് യേശുവുണ്ട്. ആ ശരണമാണ് നമ്മുടെ യേശു. നമ്മുടെ യേശു, നമ്മുടെ യേശു, എൻ്റെ യേശു. നിങ്ങളെ യേശു എന്ന് എനിക്ക് പറയാൻ അവകാശമില്ല. എൻ്റെ യേശു. ഹല്ലേലൂയ. അങ്ങനെ ഞങ്ങൾ ഭവനത്തിൽ വന്നു. അന്ന് രാത്രി ഞാൻ ഒരു ദർശനം കണ്ടു. ഞാനിങ്ങനെ മയങ്ങി അങ്ങനെ വരുമ്പോൾ, നല്ല ഈ ഉറക്കത്തിലുമല്ല, നല്ല ബോധത്തോട് കിടക്കുമ്പോൾ ഒരു വ്യക്തി, എനിക്ക് അറിയാമെന്നുള്ള ഒരു ദൈവദാസൻ എൻ്റെ മുൻപിൽ വന്നിട്ട് ചോദിച്ചു, സിസ്റ്റർ നമുക്ക് ഒരു പ്രയറിന് പോകാം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ദൈവമക്കളെ. എല്ലാവരെയും അല്ല, ആത്മാവ് പറയും. നമുക്ക് പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ ഒരാളിനെ വിവേകിച്ചറിയേണ്ട ദൈവകൃപ കിട്ടും. ഹല്ലേലൂയ. അങ്ങനെ ഞാൻ ആ പാസ്റ്റർ ഷമുവേൽ പാസ്റ്റർ എന്ന് പറഞ്ഞൊരു പാസ്റ്റർ, നല്ല വെള്ള മുണ്ടുമുടുത്ത് ബൈബിളും കയ്യിൽ പിടിച്ചു, ഫുൾ കൈ ഷർട്ടും ഇട്ട് വന്നു. ഞാനും പുറകെ പോകുന്നു. കുറേ ദൂരം എത്തിയിട്ട് ഞാൻ ചോദിച്ചു, പാസ്റ്റർ എന്താ ആരാധന സ്ഥലം കണ്ടില്ല? സിസ്റ്റർ അല്പം കൂടെ പോകണം. പോയി വന്നപ്പോൾ വലിയൊരു ഗ്രാമം, കണ്ടിട്ടില്ലാത്ത ഒരു ഗ്രാമം. ഇവിടെയെങ്കിൽ ഞങ്ങൾ ഇന്ന് ചോദിച്ചു, അവിടെ വന്നപ്പോൾ ചോദിച്ച് കർത്താവിന്റെ ദാസിയെ വിളിച്ചു. അവിടെ ആരുമില്ലായിരുന്നു, ചോദിച്ചു പോകാം. ഹല്ലേലൂയ. ഈ വ്യക്തിയുടെ കൂടെ പോയി ചെന്ന് ഹല്ലേലൂയ മുറ്റത്ത് കയറുമ്പോൾ അകത്തു നിന്നൊരു ശബ്ദം, തിരിച്ചു പോകാം, ഭവനം പണിതില്ല, തീർന്നില്ല, കുറവ് തീർന്നില്ല. ഞാൻ കണ്ടു എൻ്റെ ഭവനം. പ്രിയമുള്ളവരെ, ഇത് ഞാൻ കണ്ട കാഴ്ചയാണ്. ഇതാരും എനിക്ക് പറഞ്ഞു തന്നതല്ലേ. നാം ഒരുങ്ങുന്ന ഒരു വീടുണ്ട്. അല്പകാലം മാത്രം ഈ ഭൂമിയിലെ വാസം, സൽപുരമാണെന്റെ നിത്യമാം വീട്, എന്റെ നിത്യമാം വീട്. പ്രിയമുള്ളവരെ, നമുക്കിവിടെ ഒരു വീടില്ലേ? ഇല്ല, എൻ്റെ അനുഭവമാണ്. എൻ്റെ അനുഭവം കൊണ്ട് വീടൊരുങ്ങിയില്ല, വീട് പൂർത്തിയായില്ല. ഞാൻ എൻ്റെ വീടിനെ കണ്ടു. കതക് പൂർത്തിയായി, ചുമരുകളൊന്നും പൂർത്തിയായില്ല. പൊക്കോളാൻ പറഞ്ഞു. ഞാൻ വേഗം പാസ്റ്ററെ നോക്കിയിട്ട്, ആ പാസ്റ്റർ എന്നെ ചതിച്ചു. ആ പാസ്റ്ററിനെ കാണാനില്ല. എന്നെ കൂട്ടിക്കൊണ്ടുപോയി. മടങ്ങി വന്നപ്പോൾ ഞാൻ ഒറ്റ. ഞാൻ ഇങ്ങനെ ദൈവത്തോട്, അപ്പോഴും ദൈവം എന്നോട് സംസാരിച്ചില്ല. ഞാൻ വന്നിട്ട് പ്രിയപ്പെട്ടവനെ വേഗത്തിൽ വിളിച്ചു പറഞ്ഞു, എനിക്കെൻ്റെ വീടൊന്നുമില്ല, ഭയപ്പെടുവാനില്ല. അങ്ങനെ പിന്നെ ഡോക്ടർമാർ വിളിക്കുമ്പോൾ ഞാൻ പോകയില്ല. എനിക്ക് പേടി, എന്നെ കൊല്ലും. ഇനി എന്തായാലും അവരെന്നെ കൊല്ലും. അവരെ ഞാൻ 4-5 സ്റ്റെപ്പ് കവിളിപ്പിച്ച് ആത്മഹത്യ കിടത്തും, ഞാൻ ഓടിപ്പോരും. എനിക്ക് ഭയം, എനിക്ക് എന്നൊരു ഭയം പിടിച്ചിരുന്നു. അങ്ങനെ 2023 2022 തീർന്നു. 23 വേഗത്തിൽ പറയട്ടെ. ഹല്ലേലൂയ. എന്നെ പിന്നെ കൊണ്ടുപോയത് RCC കൊണ്ടുപോയി. കേൾക്കണമോ? പിന്നെ എല്ലാ ചികിത്സയും ഒന്നേന്ന്. ഇത്രയും പൈസ മുടക്കിയിട്ടും എന്ത് പൈസ ടെസ്റ്റുകൾക്ക് ഇവിടെ തൻ്റെ ദാസിയോട് ചോദിച്ചാൽ അറിയാം. അവർക്ക് ഈ ഇതിൽ കൂടി അവർ കടന്നുപോയി. നല്ല സുഖമായിരുന്നല്ലേ? ഹല്ലേലൂയ. RCCയിലേക്ക് കടന്നുപോയി. എല്ലാ ടെസ്റ്റും ഒന്നേന്ന് നടന്നു. എല്ലാ കാര്യങ്ങളും ഒന്നേന്ന് നടന്നു. ഹല്ലേലൂയ. 2023 ലാസ്റ്റ് എത്തിയപ്പോൾ
പരിശുദ്ധാത്മാവ് എനിക്ക് ഒരു മരണഭീതി എന്നെ പിടിച്ചിരുന്നു. ചുരുക്കത്തിൽ പറയട്ടെ, വേഗത്തിൽ ആമേൻ സമയം ഓടിപ്പോകുന്നത് കൊണ്ട് ഹല്ലേലൂയ ഹല്ലേലൂയ എല്ലാ ചികിത്സയും ആർസിസിലേക്ക് നടന്നു. അവിടെ ആരെയും കയറ്റത്തില്ല. അവരുടെ വസ്ത്രം, അവരുടെ ഭക്ഷണം നമ്മൾ പൈസ കൊടുക്കണം കേട്ടോ, ഫ്രീ ആയിട്ടല്ല. സ്തോത്രം. എല്ലാവരും പറയാം ആർസിസിയിൽ 1 രൂപയും കൊടുക്കണ്ടോ, ഒരു ഗ്ലാസ് വെള്ളത്തിനും പൈസ അടയ്ക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെ എല്ലാ ടെസ്റ്റുകളും കഴിഞ്ഞു. ആർസിസിൽ അഡ്മിറ്റ് ആക്കി തന്നെ കിടത്തിയിട്ട് എൻ്റെ പ്രിയപ്പെട്ടവരെല്ലാം പോന്നു. എനിക്ക് ഇത്തിരി വിഷമം, ആരുമില്ലേ എന്ന് കരയുമ്പോൾ നോക്കുമ്പോൾ ഓരോ അവയവങ്ങളില്ലാത്തവർ എനിക്ക് എല്ലാ അവയവങ്ങളും തന്ന ദൈവത്തിന് സ്തോത്രം. തലമുടിയില്ല, ഹല്ലേലൂയ. ജാതി മത ഭേദമില്ല. ഏത് ജാതിയെന്നും ഏത് മതമെന്നും അവിടെ പറയുവാനില്ല. നീ ആരാണെന്നും പറയുവാനില്ല. നീ കറുത്തവനോ വെളുത്തവനോ അവിടെ ഒരു വേർതിരിപ്പില്ല. എല്ലാവർക്കും ഒരേ ഭക്ഷണം, എല്ലാവർക്കും ഒരേ വസ്ത്രം, എല്ലാവർക്കും ഒരേ കിടക്ക. ഉള്ളവനും ഇല്ലാത്തവനും ദാരിദ്ര്യമുള്ളവനും സമ്പന്നനും എല്ലാം ഒരേ സ്ഥലം. ഹല്ലേലൂയ ഹല്ലേലൂയ. അങ്ങനെ ആമേൻ. എന്നെ 5-ാം തീയതി എന്നെ അഡ്മിറ്റാക്കി ശനിയാഴ്ചയായിരുന്നു. 6-ാം തീയതി ആമേൻ 6-ാം തീയതി ജനുവരി 6, 2024 ജനുവരി 6-ാം തീയതി. ഹല്ലേലൂയ. എനിക്ക് ഇന്നത്തെ പോലെ എല്ലാവരും എന്നെ കൊണ്ടാക്കിയിട്ട് ഞാൻ ആമേൻ സ്തോത്രം ഒന്നുമില്ലാതെ ഒരു ബ്രഷും ആമേൻ. അപ്പോൾ എനിക്ക് എണ്ണയും കപ്പൊക്കെ എൻ്റെ പ്രിയപ്പെട്ടവൻ തന്നപ്പോൾ അടുത്ത് കിടന്നവർ പറഞ്ഞു എണ്ണയൊന്നും വേണ്ട. സ്തോത്രം. അപ്പോൾ എല്ലാവരും തല മൂടിയിരുന്നു. അപ്പം ഞാൻ നോക്കിയപ്പോൾ എല്ലാവരും തല മൂടിയിരിക്കണം. എണ്ണയൊന്നും വേണ്ടേ ഇരിക്കും, എനിക്ക് എണ്ണയും തേക്കണം. അപ്പം ഞാൻ എല്ലാം തിരിച്ചു കൊടുത്ത് വിട്ടു. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ കാണുന്നത് അവർക്ക് ആർക്കും മുടിയില്ല. അതുകൊണ്ടാണ് അവർക്ക് എണ്ണ വേണ്ടെന്ന് പറഞ്ഞത്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അവർ നോക്കിയപ്പോൾ വേദന ഏതുമില്ലാതെ ഞാൻ നോക്കിയപ്പോൾ എനിക്കൊരു വേദനയും ഇല്ല അതുവരെ. വാസ്തവം പറഞ്ഞ എനിക്ക് വേദന സഹിച്ചത്, എനിക്ക് വേദന ഇല്ലായിരുന്നു. നിങ്ങൾ കരുതി ക്യാൻസർ ഒരു ചെലന്തി വല കെട്ടി ഇരിക്കുന്നത് പോലെ ചൂലെടുത്ത് ആ വലയെ മാത്രമല്ല ആ ചെലന്തിയെ അടിക്കുമ്പോൾ അത് ചത്തുപോകും. പിന്നെ അത് അവിടെ കൂട് കെട്ടി വല കെട്ടുകയില്ല. ഹല്ലേലൂയ. അത്രേ ഉള്ളു പ്രിയ മക്കളെ. യേശുവിന്റെ നാമത്തിൽ ഇത് പോ എന്ന് പറയാൻ കർത്താവിന്റെ ദാസൻ പറഞ്ഞപ്പോൾ അധികാരം തന്നിട്ടുണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ. പാട്ടുകാരൻ ഇങ്ങനെ പാടുന്നു, നഗ്നനായി ഞാൻ ലോകത്തിൽ വന്നു, നഗ്നനായി തന്നെ പോകുമേ, ലോകത്തിൽ എനിക്കില്ല യാതൊന്നും, എൻ്റെ കൂടങ്ങു പോരുവാ. നമുക്ക് ലോകത്തിലൊന്നുമില്ലേ? ഉടുത്തിരിക്കുന്ന വസ്ത്രം പോലും ആരോ ഇട്ട് തന്നു. ഇനി പോകുമ്പോ ആരോ ഒരു വസ്ത്രം ഇട്ട് തന്നു. ഒരു വസ്ത്രം ഇട്ട് മാടിച്ചു, ഒരു വസ്ത്രം ഇട്ട് പോകിച്ചു. അത്രേ ഉള്ളൂ. നീ എന്ത് സമ്പാദിച്ചു, നീ എങ്ങനെ വന്നു, നോ പ്രോബ്ലം, ഒന്നും ഇവിടെ ഇല്ല. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഒരിക്കൽ ഹല്ലേലൂയ പത്രോസ് യോഹന്നാനും കടന്നു പോകുമ്പോൾ ഹല്ലേലൂയ ഒരുവൻ ഭിക്ഷ യാചിച്ചുകൊണ്ട് വല്ലതും തരണേ എന്ന് വിളിച്ചു. പത്രോസ് പറഞ്ഞു, വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു, നസ്രനായ യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കാം. പത്രോസിന് പൊന്നില്ലായിരുന്നു, വെള്ളിയില്ലായിരുന്നു, ഒന്നുമില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. എനിക്കുള്ളത് നിനക്ക് തരുന്നു. നോക്കുക, പത്രോസിന് പറയാൻ ഒരു അവകാശം ഉണ്ടായിരുന്നു അല്ലേ? പത്രോസ് പറഞ്ഞു. യേശു കർത്താവ് ചോദിച്ചു, പത്രോസ് ഇവരിൽ എല്ലാവരിൽ കാലും എന്നെ സ്നേഹിക്കുന്നു? ഓ കർത്താവേ. വീണ്ടും കർത്താവ് ചോദിച്ചു, നീ എന്നെ സ്നേഹിക്കുന്നു? ഓ കർത്താവേ. ഈ സകലം അറിയുന്നില്ലേ? കർത്താവ് പറഞ്ഞു, നീ എന്നെ 3 പ്രാവശ്യം തള്ളിപ്പറയും, കോഴി കൂവും. ഇല്ല കർത്താവേ, എൻ്റെ ജീവൻ പോകേണ്ടി വന്നാലും. മനുഷ്യൻ അത്രേ ഉള്ളൂ, മനുഷ്യൻ അത്രേ ഉള്ളൂ. എൻ്റെ ഭർത്താവ് പറയും, നീ പോയാൽ ഞാനും വരും കൂടെ. നോ. ഭാര്യ പറയും, നീ പോയാൽ ഞാനും വരും. നോ, ആരും വരില്ല പ്രിയമുള്ളവരെ. കുഴിക്കരവരെ വരും. അവിടെ ചെല്ലുമ്പോൾ അവരെല്ലാം തട്ടിക്കുടഞ്ഞ് അവിടെ ഇട്ടിട്ട് ഒരു പിടി പൂവോ ഒരു പിടി മണ്ണോ വാരി ഇട്ടിട്ട് അവരിഞ്ഞു പോരും. ഇന്ന് കണ്ട മിസ്രയീമിനെ നീ കാണുകയില്ല എന്ന് പാട്ടുകാരൻ പാടിയതുപോലെ അവർ കടന്നു വന്നിട്ട് കടന്നു പോയ വഴി പിന്നെ അവർ മറന്നുപോകും. ചില നിമിഷം മാത്രം എല്ലാവർക്കും വേണ്ടി ഒരു പൊതി കൊടുക്കും. ഇപ്പോഴതാണ്. പണ്ട് പ്രാർത്ഥന ദിവസം, ഇപ്പോൾ ഒരടിച്ച് പൊളിച്ചൊരു പ്രാർത്ഥന, ഒരു പൊതി, ഒരു ചായ. നോ, പോയി
എന്തുകൊണ്ട് വന്ന് അങ്ങനെ നാർസിസിൽ അഡ്മിറ്റ് ആക്കിയിട്ടവരെല്ലാം പോയി. ഞാൻ രാത്രി എനിക്ക് ഭക്ഷണം തന്നു. എൻ്റെ സർജറി എന്ന ദിവസമെന്ന് അവർ പറഞ്ഞില്ല. ഞാൻ ദൈവത്തോട് ചില തീരുമാനമെടുത്തിട്ടാണ് ഇവിടെ കടന്നുപോയത്. അന്ന് ആമേൻ ഹോസ്പിറ്റലിൽ പോണതിൻ്റെ തലേ രാത്രി അവിടെ ഡോക്ടർ വിളിച്ചിട്ട് പറഞ്ഞു, ഹല്ലേലൂയ, നാളെ അഡ്മിറ്റ് ചെയ്യണം, ഹല്ലേലൂയ വരണമെന്ന്. എല്ലാവരും കരയുമ്പോൾ എല്ലാവരും കരഞ്ഞേർന്ന് കിടക്കും. പക്ഷെ എൻ്റെ വയറുവേദന എനിക്കല്ലേ അറിയാം. അവർ കുറേ നേരം എന്നോട് കൂടെ ഇരിക്കും. പക്ഷെ ഞാൻ കരഞ്ഞു. ഞാൻ ദൈവത്തോട് ഇങ്ങനെ പറഞ്ഞിട്ട് ചോദിച്ചു, നാളെ ഞാൻ മരിച്ചു പോകുമോ? കർത്താവ് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്, കാലും കൈയുമെല്ലാം നല്ല വൃത്തിയാക്കാൻ പറഞ്ഞു. ഞാനൊരു ചവിട്ടുമെത്ത എടുത്തിട്ട്, എൻ്റെ അനുഭവമാണ്, കയ്യിൽ 12 മണി കഴിഞ്ഞു, 1 മണിയായി, കാലും കൈയുമെല്ലാം നഖങ്ങളെല്ലാം വൃത്തിയാക്കി. അവർ വൃത്തിയാക്കേണ്ടതാണ്. യേശു കർത്താവ് പറഞ്ഞു, അത് നീ തന്നെ വൃത്തിയാക്കണം. ഞാൻ നന്നായിട്ട് എൻ്റെ കൈയെല്ലാം വൃത്തിയാക്കി, എൻ്റെ കാലുകളെ നഖങ്ങളെല്ലാം വെട്ടി. ഹല്ലേലൂയ. ഞാൻ ഇത്തിരി ഉണ്ട് അന്ന്. ഹല്ലേലൂയ. ദൈവമെന്ന് നടത്തിയ വഴി ഞാൻ ചുരുക്കത്തിൽ പറയട്ടെ പ്രിയമുള്ളവരെ. അങ്ങനെ ഞാൻ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കടന്നുപോയി. ഞങ്ങൾ അഡ്മിറ്റാക്കി കിടത്തി. എല്ലാ കാര്യവും അവർ പറഞ്ഞു കൊടുത്തു. പൈസ എല്ലാം അടയ്ക്കേണ്ടതെല്ലാം അടച്ചു. ഇത്തിരി രൂപ അടയ്ക്കണം കേട്ടോ ഭക്ഷണത്തിനൊക്കെ. അവർ ഇന്നൊരു ഡേറ്റ് പറയും, അത്രയും ഡേറ്റിന് നമ്മൾ പൈസ അടയ്ക്കണം. ഇവിടെ നമുക്ക് എന്ത് പുഷ്പം പോലെ നല്ല ഭക്ഷണം കിട്ടും. അവരെന്തൊക്കെ തരണമെന്ന് കർത്താവിന് മാത്രം അറിയാം. അങ്ങനെ കൊണ്ട് തന്നു, ഞാൻ കഴിച്ചു. എല്ലാവരും പോയി രാത്രി എന്നെ വിളിച്ചു. ഞാൻ കിടന്നു. നോക്കിയപ്പോൾ എല്ലാവരും കിടക്കുന്നു, എല്ലാവരും പുതച്ച്. നമ്മൾ RCCയിൽ പ്രത്യേക ഒരു വിഷയമുണ്ട്, നല്ല വൃത്തിയാണ്. നമ്മളെല്ലാം അടച്ചൊക്കെ പൂട്ടിയിട്ട് നമ്മുടെ ഇവിടെ ഒരു മേശപ്പുറമ്പിൽ ഇട്ടിട്ടുണ്ട്. അവിടെ നമ്മുടെ സാധനങ്ങളെല്ലാം വച്ചിരിക്കും. നമ്മൾ അതിൻ്റെ പുറത്തൂടെയാണ് ഇങ്ങനെ കിടക്കുക, 2 വശത്തും ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഞാൻ കിടക്കുമ്പോൾ ഞാൻ ഉറങ്ങിയുമില്ല. ഞാൻ കിടന്നതിൻ്റെ അടുത്താണ് സിസ്റ്റർമാരിങ്ങനെ ഇരിക്കുന്നത്. ട്യൂബ് ലൈറ്റ് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് കിടക്കുന്നത്, തല ഇങ്ങനെ തിരിച്ചു വെച്ചാണ് കിടക്കുന്നത്. ഞാനൊരു സ്വപ്നം കണ്ടു. അന്ന് വരെ എന്നെ വേട്ടയാടിയില്ലേ ഒരു പൈശാചികൻ. അന്ന് വരെ ചിരിച്ച് അവൻ നല്ല ആനന്ദിച്ച് എന്നെ ഇത്ര ദിവസം കൊണ്ട് നടന്നു. അങ്ങനെ ഒരു പൈശാചികൻ. ഹല്ലേലൂയ. അന്ന് അതുവരെയും വിട്ടുമാറാത്ത ഭയം, ആരോടും പറയാൻ പറ്റില്ല. നാം ദൈവമക്കളല്ലേ, മരണഭീതി നമ്മളെ പിടിച്ചെന്ന് പറഞ്ഞാൽ നാട്ടുകാർ പറയില്ലേ, അവൾ ദൈവത്തെ ആരാധിച്ചവൾ, അവൾ പ്രാർത്ഥിച്ചവൾ, അന്യഭാഷയിൽ തുള്ളിയവൾ, അന്യഭാഷ പറഞ്ഞവൾ, അവൾ ഭൂതത്താൽ മരിച്ചു. നോ, പിശാചേ വിട്ടുപോന്ന് പറയാൻ നമുക്ക് ധൈര്യം. ഞാനങ്ങനെ കിടക്കുമ്പോൾ പണ്ടത്തെ ഈ രാജാക്കന്മാരുടെ പല്ലൊക്കെ ഉണ്ടല്ലോ, ഞാനങ്ങനെ കിടന്നതേ ഉള്ളൂ. കിടന്നങ്ങനെ വന്നപ്പോൾ ഒരു മനുഷ്യൻ 6 അടി പൊക്കമുള്ള ഒരു മനുഷ്യൻ എൻ്റെ കട്ടിൻ്റെ പുറത്ത് 2 കാലും വെച്ച് ചാടി ഇറങ്ങി. ഞാനങ്ങനെ കിടക്കുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടേ അങ്ങനെ കിടക്കുമ്പോൾ മനുഷ്യൻ വന്നൊരു 2 മിനിറ്റ് ആകും മുമ്പേ ഒരു പല്ലക്കയിൽ 2 വ്യക്തികൾ തൂങ്ങിയിറങ്ങി. ഞാൻ കണ്ടതാണ്. 2 പേർ തൂങ്ങിയിറങ്ങി. 2 പേർ തൂങ്ങിയിറങ്ങിയിട്ട് സ്തോത്രം, അവരെന്നെ ഈ 3 പേരായിട്ട് 2 പേർ ഒരാൾ കാലിൽ 2 കൈയിലും പിടിച്ചു, ഒരാൾ തല, ഒരാൾ ഇടുപ്പിലെടുത്ത് ഈ പല്ലക്കയിൽ എന്നെ കൊണ്ട് കിടത്തി. ഹല്ലേലൂയ. കിടത്തിയിട്ട് പൊക്കിയെടുത്ത ഈ ടർസിൻ്റെ മണ്ട ഇങ്ങനെ വന്ന് ഈ പല്ലക്ക ഇങ്ങനെ വീഴുവാൻ ഞാൻ ഉണർന്നു. ഞാൻ പറഞ്ഞു, ദുഷ്ടപിശാചേ, നീ എന്നെ തൊട്ട് പോകരുത്, യേശുവിന്റെ രക്തം കൊണ്ട് എന്നെ അടയാളം ചെയ്തു. എന്നെ പിശാച് കൊണ്ട് കൊണ്ടുപോകാൻ കൈയും കാലൊക്കെ കെട്ടി. ചിലർ പറയില്ലേ, എന്നെ കൈ കെട്ടി, കാൽ കെട്ടി. അതെൻ്റെ ജീവിതത്തിൽ അനുഭവമായിരുന്നു. അങ്ങനെ ഹല്ലേലൂയ. സിസ്റ്റർമാർ ഓടി വന്നു, എന്ത് സംഭവിച്ചു? അവനോ എനിക്കറിവില്ല. പക്ഷെ ഞാൻ മൊബൈൽ എടുത്തു, എൻ്റെ പ്രിയപ്പെട്ടവരെയൊക്കെ ഞാൻ വിളിച്ചു പറഞ്ഞു, എന്നെ ഇതുപോലെ ഞാൻ ഭയപ്പെട്ടു. ആ പൈശാചികൻ അന്ന് എന്നെ വിട്ടുമാറി, ഭയം നീങ്ങിപ്പോയി. ആ ഇരുളിന്റെ ആത്മാവ് എന്നെ തുളച്ചു മാറ്റി. യേശുവിന്റെ ആത്മാവ് എനിക്ക് വേണ്ടി പ്രവർത്തിച്ചു. ഞായറാഴ്ച വിശുദ്ധ ദിവസം, 1-ാം ഞായറാഴ്ച, ജനുവരി 1 ആദ്യത്തെ ഞായറാഴ്ച, പ്രിയപ്പെട്ടവന് പള്ളിയിലൊക്കെ കടന്നു പോയിട്ട് അവർ വന്നു. ഞാൻ ദൈവത്തോട് പറഞ്ഞു കേട്ടോ, കർത്താവേ, ആരുടെ മുമ്പിൽ കൈനീട്ടരുതേ കർത്താവേ, ആരുടെ മുമ്പിൽ. നമ്മൾ കണ്ടിട്ടില്ലേ ക്യാൻസർ രോഗികൾക്ക് ചെന്ന് ഭിക്ഷ യാചിക്കുന്നത് പോലെ. കർത്താവേ, ഞാൻ നിന്റെ പ്രിയ മകളാണ് കർത്താവേ, ആരുടെ മുമ്പിലും കൈനീട്ടരുതേ അപ്പാ, ആരോടും പറയരുതേ അപ്പാ, എല്ലാം ചെയ്തു തരണമേ. 1 രൂപ കടം വരരുതേ, ഞങ്ങളെ സഹായിപ്പാൻ ആരുമില്ല, ഞങ്ങൾക്ക് തരുവാൻ ആരുമില്ല അപ്പാ എന്ന് വിളിച്ചപ്പനോട് പറഞ്ഞതുപോലെ. പിന്നെ അപ്പനോട് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് പോയി, അപ്പാ പോയി 3-ന്റെ അന്ന് എനിക്ക് സർജറി ചെയ്യണം. സർജറി ചെയ്ത് 3-ന്റെ അന്ന് എന്നെ ഇവിടെ കൊണ്ടുവരണേ അപ്പാ. ഞങ്ങൾക്ക് നല്ല ഭവനമില്ലായിരുന്നു പ്രിയമുള്ളവരെ. അതുവരെയും ഭവനം അന്വേഷിച്ച് കിട്ടിയില്ല. 2023
ലാസ്റ്റിൽ ഞങ്ങൾക്ക് കർത്താവ് ഒരു പുതിയ ഭവനം വാടാക്കിയാണ്, ഒരു പുതിയ ഭവനം ദൈവം എനിക്ക് ഒരുക്കി. Praise the Lord. Hallelujah. ആ ഭവനത്തിൽ കയറിയ ആമേൻ 3-ന്റെ അന്നോട്ടെയാണ് ഞങ്ങൾ സർജറിക്ക് വിളിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഭവനമില്ലാത്തതുകൊണ്ടാണ് ദൈവം ഇത്രയും നാൾ നീട്ടിയത്. 2019 തൊട്ട് 23 ലാസ്റ്റ് വരെ ദൈവം കരുതിയത് അതാണ്. ഹല്ലേലൂയ. ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന, വാസ്തവമായി ഒരു ദൈവ മക്കൾക്ക് കർത്താവ് ഒരുക്കിയിരിക്കുന്ന, ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. ആര് തരും അത് വിഷയമല്ല. കർത്താവ് ഭണ്ഡാരം തുറക്കും. ആമേൻ. സദർശവാക്യം 8:8 പറയുന്നു, അവന്റെ പക്കൽ ധാരാളം നന്മയുണ്ട്. ആമേൻ. ചോദിക്കുന്നവർക്ക് ധനവും മാനവും നീതി പുരാതന സമ്പത്തും വച്ചിട്ടുണ്ട്. അത് ചോദിക്കുന്നവർക്ക് ദൈവം കൊടുക്കും. അങ്ങനെ കടന്നുപോയി. സ്തോത്രം. ഞായറാഴ്ച അന്ന് പ്രിയപ്പെട്ടവനൊക്കെ കടന്നു വന്ന് കണ്ടിട്ട് അവർക്ക് ചെറിയ സമയം കിട്ടും. പാസ് കാണിച്ച ഒരു വ്യക്തിയെ കയറ്റും. പിന്നെ ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ ഒരു വ്യക്തിയെ കൂടെ കയറ്റും കാണാൻ. വന്ന് എന്നെ കണ്ട് കടന്നൊക്കെ പോയി. ഒന്നും തരാൻ പറ്റില്ല കേട്ടോ. നമുക്ക് വേറെ ഹോസ്പിറ്റലിലൊക്കെ എന്തെങ്കിലും കൊണ്ടുവന്ന് കഴിക്കാം. ഇതൊന്നും പുറത്തൊന്നും കൊണ്ടുവന്ന് കഴിക്കാൻ പറ്റുകയില്ല, ഒന്നും തരികയുമില്ല. അങ്ങനെ വന്നിട്ട് പോയി. ഞായറാഴ്ച വൈകുന്നേരം ഒരു 7 മണിക്ക് എനിക്ക് ഫുഡ് കൊണ്ടുവന്നു. ഞാൻ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഡോക്ടർമാരെല്ലാവരും എൻ്റെ അടുക്കൽ വന്നു. എന്നോട് ചോദിച്ചു, നാളെ നമുക്ക് സർജറി ചെയ്യാമോ? ആരും അറിഞ്ഞില്ലേ, ഒരു മനുഷ്യ അറിഞ്ഞില്ല. വ്യാഴാഴ്ചക്കാണ് സർജറിക്ക് എന്ന് പറഞ്ഞു വെച്ചിട്ടുള്ളത്. ചെയ്യാമോ എന്ന് ചോദിച്ചു. ആത്മാവ് പറഞ്ഞു, ആമേൻ, യെസ് എന്ന് പറയുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടറെ ചുറ്റുമുണ്ട് പഠിക്കുന്ന പിള്ളേരും, ആമേൻ, കുഞ്ഞു കുഞ്ഞു നല്ല നല്ല ചന്തമുള്ള മക്കൾ അതിൻ്റെ അകത്തുണ്ട്. ഡോക്ടർമാർ വന്ന് തട്ടുമ്പോൾ തന്നെ നമ്മുടെ പകുതി രോഗങ്ങൾ മാറും. ചോദിച്ചു, നാളെ നമുക്ക് സർജറി ചെയ്യാം. എനിക്ക് മുൻപേ വന്നവരുണ്ട്. ഹല്ലേലൂയ. അവരെ കഴിഞ്ഞിട്ടല്ലേ എനിക്ക് കഴിയും. ഞാൻ വിചാരിച്ചു ഒരാഴ്ച നിൽക്കുമ്പോൾ എല്ലാം പഠിക്കാം, ഒരാഴ്ച ഇവിടെ കിടക്കുമ്പോഴേ നമുക്കെല്ലാം കണ്ടൊക്കെ പഠിച്ച് സന്തോഷിക്കാമല്ലോ എന്ന് വിചാരിച്ചു. നോ, നിന്നെ വിളിച്ചത് ഞാനാണ്. നിന്നെ ഞാൻ ഇട്ടിട്ട് പോകാനല്ല വന്നത്. എനിക്ക് നിന്നെ കൂട്ടിക്കൊണ്ട് പോകണം. എനിക്ക് വലിയ പ്രശ്നങ്ങളുണ്ട്. എനിക്ക് ഇനി ഇതുപോലത്തെ പ്രിയ മക്കളുണ്ട്. നിന്നെ ഇവിടെ ഇട്ടിട്ട് പോകാനല്ല ഞാൻ വന്നത്. എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി അത്ഭുതം അവിടെ ചെയ്തു. ഡോക്ടർമാർ വന്നു. ഞാൻ ശരിയെന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞു, സർജറിക്ക് ശരി, കണ്ണ് കാണുകയില്ല, ചെവി കേൾക്കുകയില്ല, സംസാര കേൾവി കിട്ടുകയില്ല, ചിലപ്പോൾ വെള്ളം കുടിച്ചിറക്കുകയില്ല, കണ്ണ് ചെവി കേൾക്കൂല, ഇല്ല. എൻ്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞു, ഞാനാകുന്നവൻ ഞാനാകുന്നു. എനിക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? നിന്നെ സൃഷ്ടിച്ചത് ഞാനാകുന്നു. എൻ്റെ അവയവങ്ങളെല്ലാം നിനക്ക് വെച്ച് പിടിപ്പിച്ചു. നീ എല്ലാം സമ്മതിയെന്ന് പറഞ്ഞു. സമ്മതിച്ചു. വീട്ടിലുള്ളവരെ വിളിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഡോക്ടറെ അവരൊക്കെ ഇതുവരെ നിന്ന് ഇപ്പോഴായിട്ടൊക്കെ അങ്ങോട്ട് പോയി. ഡോക്ടർ പറഞ്ഞത് RCCക്ക് അടുത്തു ഭവനമെടുത്ത് താമസിക്കാൻ പറഞ്ഞു. കാരണം എപ്പോഴാണ് നമുക്കൊരാവശ്യം വരുമോ അപ്പോഴേ വിളിച്ച് അവർ ഓടി വരണം. ഹല്ലേലൂയ. അവരെല്ലാവരും അങ്ങ് പോയി. സ്തോത്രം. ഞാൻ ദൈവത്തോട് ഇവിടുന്ന് പറഞ്ഞിട്ടല്ലേ പോയത്. ഞാൻ സിസ്റ്റർമാരെ വിളിച്ച് പറഞ്ഞു, വേഗത്തിൽ അവരെ ഒരു സൈഡ് തല മുടി എല്ലാം ക്ലീൻ ചെയ്തു, പൂർണ്ണമായി ക്ലീൻ ചെയ്തു അവരെ ആക്കാൻ പറഞ്ഞു. അവർ ഓടി എല്ലാം എനിക്ക് വേണ്ടി ചെയ്തു. പിന്നെ എനിക്ക് ഇപ്പം നാളത്തേക്ക് സർജറിക്ക് ആര് മരുന്നെടുക്കും? കർത്താവ് എന്നെ ഉറക്കുന്നുമ്പേ ആ ഡോക്ടർ വന്ന് പറഞ്ഞു, സിസ്റ്ററിനോട് പറഞ്ഞു, ഈ രാത്രി തന്നെ നിങ്ങൾ പോയി സകല ലിസ്റ്റ് മരുന്നും എടുത്ത് വയ്ക്കണം. ഞാൻ നോക്കുമ്പോൾ സിസ്റ്റർമാർ അങ്ങോട്ടോടുന്നു ഇങ്ങോട്ടോടുന്നു, ഒരുന്ന് കൊണ്ടുവരുന്നു, അത് നോക്കുന്നു, അടുത്തത് കൊണ്ടുവരുന്നു, അത് നോക്കുന്നു, അടുത്തത് കൊണ്ടുവരുന്നു, അത് നോക്കുന്നു. എൻ്റെ വീട്ടിൽ ആർക്കും ബുദ്ധിമുട്ടിയില്ല. അതാണ് ദൈവമക്കള്, അതാണ് യഥാർത്ഥ ദൈവമക്കള്. എനിക്ക് പറയാൻ കഴിയും, എന്നെ വിളിച്ചതെന്റെ ദൈവമാണ്. അങ്ങനെ തിങ്കളാഴ്ച ആമേൻ വെളുപ്പരാവിലെ, പിന്നെ നേരം വെളുത്തല്ല, 12 മണി കഴിഞ്ഞാൽ നേരം വെളുത്തു. ഇവരെല്ലാം വെളുപ്പര 4, 3, 2:30 ഇവരൊക്കെ വന്നെന്ന് തോന്നുന്നു. എന്നെ വന്നു വീട്ടുകാരൊക്കെയും വന്നു കുളിപ്പിച്ചു. നല്ല തലയൊക്കെ നല്ല തുടച്ചു. 2 കൊമ്പിൽ തലകൾ കെട്ടി എന്താ കെട്ടി ഒരു ടീച്ചറിനോട് പറഞ്ഞു, നിന്നെ കൊച്ചിലേരിയ ഞാൻ ഒരുക്കിയിട്ടുള്ളത് ഇന്ന് ഞാൻ ഒരുക്കുന്നു. സ്തോത്രം. സന്തോഷിക്കുക, ആനന്ദിക്കുക. ഹല്ലേലൂയ. അങ്ങനെ എന്നെ ഹല്ലേലൂയ എല്ലാവരും ആമേൻ. സങ്കടമുണ്ട് ഒരു വശത്ത്, മറുവശത്ത് ചിലപ്പോൾ തിരിച്ച് വരികാതെയും ഇരിക്കും. അത് മറ്റൊരു വശം. നിത്യയിൽ കാണുമ്പോൾ കാണാം എന്ന് മറ്റൊരു വശം. എല്ലാവരും ഇവിടെ നിറക്കണ്ണോടുകൂടെ ഹല്ലേലൂയ. പിറ്റേന്ന് രാവിലെ 8-ാം തീയതി തിങ്കളാഴ്ച എന്നെ കൊണ്ടുപോയി. പ്രിയമുള്ളവരെ, എനിക്ക് മുൻപേ ഒരുക്കി കിടത്തിയവരുണ്ട്, എനിക്ക് മുൻപേ വന്നവരുണ്ട്. അതാണ് ദൈവമക്കളും അല്ലാത്തവരുടെ വ്യത്യാസം. നാം വെറുതെ അല്ലേ ഇവിടെ വന്നിരിക്കുന്നത്.
നാം ദൈവവചനം കേൾക്കുവാൻ വന്നതേ, നീ ഒരു ദിവസമെങ്കിലും ദൈവസന്നിധിയിൽ ഒരു മിനിറ്റ് മുട്ടുമടക്കിയിട്ടുണ്ടെങ്കിൽ അതിന് പ്രതിഫലം തരാതെ പോവുകയില്ല. പാസിന് കഴിയുകയില്ല തരാൻ, തന്റെ പാസിന്റെ ഭാര്യയ്ക്ക് കഴിയുകയില്ല. അവര് കണ്ടൊന്ന് ചിരിച്ചങ്ങ് മാറും. ചിരിച്ചിട്ട് ചിരി മാറാത്തൊരു കർത്താവ്. അങ്ങനെ തന്നെ രാവിലെ 9 മണിക്ക്, കറക്റ്റ് 9 മണിക്ക് എന്നെ സർജറിക്ക് കയറ്റി. ഒരു വാക്കെന്നോട് ചോദിച്ചു, പേരെന്തെന്ന്. അത്രയും മാത്രം അറിയാം. ചുരുക്കത്തിലാണേ, സമയം ഒരുപാടായിപ്പോയി. അത്രയും മാത്രം അറിയാം. എന്നെ സർജറി ചെയ്തു, തൊണ്ട് കയറ്റി. എനിക്ക് അത്രയും അറിയാം. പിന്നെ അപ്പോഴേ പറഞ്ഞു, ഫുൾ ബോഡിയാണ് മയക്കുന്നത്. ചിലപ്പോൾ ബോധം വരും, ചിലപ്പോൾ ബോധം വരും. ഇവരൊക്കെ എഴുതി ഒപ്പിട്ട് കൊടുത്തു കേട്ടോ. ഞാനെങ്കിൽ എഴുതി ഒപ്പിടില്ലായിരുന്നു. സ്തോത്രം. എനിക്ക് പറ്റില്ല കേട്ടോ. അവരൊക്കെ സന്തോഷത്തോടെ എഴുതി ഒപ്പിട്ട്. പക്ഷെ ഞാനും എഴുതി ഒപ്പിട്ട്. എൻ്റെ ഒപ്പാണ് അവർ വിലയാക്കണത്. ഇവരൊക്കെ വരുന്നുമ്പോൾ എന്നെ കൊണ്ട് അവർ ഒപ്പിടിയിപ്പിച്ചു. ഞാനെല്ലാം എഴുതി ഒപ്പിട്ട് കൊടുത്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്കൊന്നറിയാം, കർത്താവ് പറഞ്ഞു, ഞാൻ പോയതുപോലെ വീണ്ടും വരും, വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ഇരുത്തുവാൻ ഞാൻ പിന്നെയും ചേർത്തുകൊള്ളും. നിങ്ങളിങ്ങനെ വന്ന് ഇരിക്കുന്നത് എന്തിനെ? യേശു പറഞ്ഞു, ഞാൻ പോയതുപോലെ വീണ്ടും വരും. നമ്മുടെ ഇത്രയും പ്രയാസ ബുദ്ധിമുട്ടി ഇത്രയും വന്നിരിക്കാൻ ഇവരാരും ഒന്നും തരാമെന്ന് പറഞ്ഞിട്ടല്ല. തരാമെന്ന് പറഞ്ഞവൻ ഒരുവനുണ്ട്. അത് വാക്ക് പറഞ്ഞിട്ട് മാറിപ്പോകയില്ലേ. ഹല്ലേലൂയ. ഇന്ന് ഹല്ലേലൂയ പ്രിയമുള്ളവരെ, ദുഃഖം കൊണ്ടല്ല സന്തോഷം കൊണ്ടേ ചിലപ്പോൾ കണ്ണുനീര്, പൊൻകണ്ണുനീര് വരുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനം പറയുന്നു, നിന്റെ കണ്ണുനീർ എൻ്റെ തുരുത്തിയിലുണ്ട്, നിന്റെ കണ്ണുനീർ എൻ്റെ പുസ്തക ചുരുളിലുണ്ട്. നമ്മുടെ കണ്ണുനീരെല്ലാം ഒപ്പിയെടുത്ത് പാട്ടുണ്ട് കേട്ടോ. അങ്ങനെ കണ്ണുനീരെല്ലാം ഒപ്പിയെടുത്തുന്നൊരു പാട്ടുണ്ട്. സമയം പോരാ. അങ്ങനെ കണ്ണുനീരെല്ലാം ഒപ്പിയെടുത്ത് അവന്റെ തുരുത്തിയിലാക്കി വെക്കും. അതാണ് നമ്മുടെ കർത്താവ്. അപ്പന്റെ മുൻപിൽ കരഞ്ഞാലും അപ്പൻ നോക്കയില്ല, അമ്മയുടെ മുൻപിൽ കരഞ്ഞ അമ്മ നോക്കയില്ല. പക്ഷെ കരയുന്നവന്റെ മുൻപിൽ കരയുമ്പോൾ അവൾ നമ്മെ മാറോട് ചേർത്ത് വയ്ക്കും. ഹല്ലേലൂയ. അങ്ങനെ സർജറി കഴിഞ്ഞു. ഹല്ലേലൂയ, ആമേൻ. 9 മണിക്കെടുത്ത എനിക്ക് ഒരു 7:30 മണിയായപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവനും പാസ്റ്ററും കൂടെ കടന്നു വന്നത് ഓർമ്മയുണ്ട്. ഞാനിങ്ങനെ നോക്കുമ്പോൾ അപ്പോഴാണ് ഈ ഓർമ്മ വീഴുന്നത്. ഒരാളിനെ കാണിച്ചു കൊടുക്കാമായിരുന്നു. എൻ്റെ മോള് വന്ന് കണ്ടപ്പോൾ എൻ്റെ മൂക്കിൻ്റെ അകത്ത് 2 കമ്പി കയറ്റി വെച്ചിരിക്കുന്നു. 2 കമ്പി, വലിയ കമ്പി. അവൾ കരഞ്ഞുകൊണ്ട് പുറത്തിറങ്ങി. അത് കഴിഞ്ഞപ്പോഴാണ് എന്നെ ICUയിൽ കൊണ്ട് കിടത്തിയെന്നും എനിക്ക് അറിവില്ല, എനിക്കൊന്നും അറിവില്ല. അങ്ങനെ ഞാൻ കണ്ണു ഹല്ലേലൂയ അല്പം തുറക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവൻ മാറി നിന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ട്, ഹല്ലേലൂയ പാസ്റ്റർ നോക്കിക്കൊണ്ട് നിൽക്കുന്ന കണ്ടു. അങ്ങനെ ഹല്ലേലൂയ അവർ കടന്നുപോയി. അവരെ കേട്ടൂല. എനിക്കെല്ലാം ഞാൻ ICക്കകത്തല്ലേ, അവരെ ഒന്നും കേട്ടൂല, എനിക്കെല്ലാം. പക്ഷെ ഞാൻ ദൈവത്തോട് വേറൊരു കാര്യം പറഞ്ഞു, കർത്താവേ, നീ എനിക്ക് സർജറി ചെയ്തിട്ട് കർത്താവ് വരുമ്പോഴേ എനിക്ക് നല്ല വിശപ്പ് തന്നെ കർത്താവേ. വിശപ്പുണ്ടെങ്കിലല്ലേ ആഹാരം കഴിക്കും. അവർ പറഞ്ഞ് ആഹാരം കൊടുത്തുകൂടാ, ആഹാരം കഴിക്കാൻ പറ്റുകയില്ലെന്ന്. ഞാൻ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, എനിക്ക് നിന്നെ സ്നേഹിക്കണം, സേവിക്കണം, എനിക്ക് കൊതി തീരുന്നില്ല അപ്പ. എന്നെ ആരാധിച്ച് കൊതി തീരുന്നില്ല, നിന്നെ സ്തുതിച്ച് കൊതി തീരുന്നില്ല. ഇങ്ങനെ ദൈവത്തോട് പറഞ്ഞത് കൊണ്ട് ദൈവം വിചാരിച്ചു, ശരിയാണ്, എൻ്റെ പ്രിയ മകളെന്നെ സ്തുതിച്ച് കൊതി തീർന്നില്ല. ഈ ലോകത്തൊന്നുമില്ലെങ്കിലും, ഈ ലോകത്ത് നമ്മെ ആരും നോക്കിയില്ലെങ്കിലും നമ്മെ നോക്കുന്ന ഒരു കർത്താവുണ്ട് കേട്ടോ. അപ്പൻ നോക്കിയില്ലേ, ഭർത്താവ് നോക്കിയില്ലേ, നോ, നമുക്കൊന്നും തന്നില്ലേ, പോണ്ട. നമുക്ക് ഈ ലോകത്തിൽ തരുവാനുള്ള ഒരു നല്ല കഥ നമ്മുടെ കരങ്ങളിലുണ്ട്. അവനാണ് നമ്മളെ കൂട്ടിക്കൊണ്ട് വന്നത്. അങ്ങനെ അവരെല്ലാം വന്ന് കടന്നു പോയി. എനിക്ക് ഓക്സിജൻ ICക്കകത്ത് ഓക്സിജൻ വച്ചിരിക്കുന്നുണ്ട്. എനിക്ക് കിറുകിറ ഇങ്ങനെ വലിക്കുന്നു. ഞാൻ നോക്കുമ്പോൾ എനിക്ക് എന്ത് ചെയ്യണമെന്നറിവില്ല. ഞാൻ സിസ്റ്ററിനെ വിളിച്ചു, അരക്കണ്ടിൽ വിളിച്ചു, വാ. വരൂല. വന്ന് നോക്കിയിട്ട് പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല, ഒന്നുമില്ല, ഇല്ല. അവരങ്ങ് പോയി. വീണ്ടും വിളിച്ചു, സംസാരിക്കാൻ പറ്റില്ല. വിളിച്ചു, എനിക്ക് തൊണ്ടയ്ക്കകത്ത് എന്തോ ഇരിക്കുന്നു, വാ. വിളിച്ചു, വരണം, എന്തോ ഒന്നുമില്ല എന്ന് പറഞ്ഞു. മൂന്നാമതും വിളിച്ചിട്ടവരെ എൻ്റെ സഹികെട്ട് ഓക്സിജൻ വന്നിങ്ങനെ എടുത്തപ്പോൾ ആമേൻ, ഇത്ര നീളമുള്ള, ഇത്ര വീതിയിൽ ഒരു വെള്ളക്കമ്പി എൻ്റെ ഉള്ളിൻ്റെ അകത്ത് കടത്തി വിട്ടിരിക്കുന്നു. എടുക്കാതെയാണ് എന്നെ ICക്കകത്ത് കൊണ്ട് കിടത്തിയത്. ഈ ഓക്സിജൻ ഇരുന്നുകൊണ്ട് അവർക്ക് എടുക്കാൻ പറ്റിയില്ല. ഹല്ലേലൂയ. ഈ 2 കമ്പി ഇങ്ങനെ ഈ 2 ഈ തൊണ്ടയുടെ അകത്ത് കടത്തി വിട്ടിരിക്കുമ്പോൾ അവർ കണ്ടില്ല പ്രിയമുള്ളവരെ. കണ്ടവൻ അവൻ യേശു മാത്രമാണ്. എൻ്റെ അവർ വന്നെടുത്തിട്ട് ചോദിച്ചു, അയ്യോ, ഇതെടുക്കാതെയോ കൊണ്ട് കിടത്തിയത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ കമ്പി എൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ വലിച്ചെടുത്തു.
12 മണിയായപ്പോൾ എനിക്ക് വെള്ളം വേണം. ഞാൻ വിളിച്ചു, എനിക്ക് വെള്ളം വേണം. തരൂല. ഞാൻ പറഞ്ഞു എനിക്ക് വെള്ളം തന്നേ മതിയാവും. അവർ വേഗത്തിൽ ചെന്ന് ഈ ഇഞ്ചക്ഷൻ എടുക്കുമല്ലോ ചെറിയ അതുകൊണ്ട് വന്നു. അതേ പതുക്കെ ഇങ്ങനെ തുറന്നു വെള്ളം ഇങ്ങനെ തൊട്ട് നനച്ചു തന്നു. എന്നിട്ട് അവർ പറഞ്ഞു ആ വെള്ളം അലിച്ചിറക്കണമെന്ന് പറഞ്ഞു. ഒരു മണിയൊക്കെ ആയപ്പോൾ എനിക്ക് വിശക്കാൻ തുടങ്ങി. 2 മണിയൊക്കെ ആയപ്പോൾ നല്ല. ഞാൻ പറഞ്ഞു എനിക്ക് എന്തെങ്കിലും വേണം. തരൂല. അതെ, ഞാൻ പറഞ്ഞു എനിക്ക് തന്നേ മതിയാവും, എനിക്ക് വേണം. അവരെന്നെ ഹല്ലേലൂയ ഐസിക്കകത്ത് തന്നെ കമ്പി ഉയർത്തി ഇങ്ങനെ വലിച്ചിങ്ങനെ പതുക്കെ കിടത്തിയിട്ട് ബ്രെഡെല്ലാം വാങ്ങിച്ച് കൊടുത്തിട്ടാണ് പോയത്. എനിക്കൊരു ശകലം ബ്രെഡ് കട്ടൻ ചായയിൽ മുക്കി എനിക്ക് തരുവാൻ തുടങ്ങി. എനിക്കൊരു പ്രയാസമില്ലെന്നേ. എൻ്റെ ദൈവം അതെല്ലാം അങ്ങ് എടുത്തു കളഞ്ഞില്ലേ. ഹല്ലേലൂയ. അവിടെ നിന്ന് ഈ കാത് മൊത്തം തച്ചാണ്, ഇവിടം വരെ തച്ചാണ് എന്നെ കൊണ്ട് കിടത്തിയത്. ഞാൻ പറഞ്ഞതുപോലെ സംഭവിച്ചു. ഇങ്ങനെ ബ്ലഡ് വരുമ്പോൾ 50 മില്ലിമീറ്റർ ഇത് വരണമെങ്കിൽ നമുക്ക് അത് നോർമലാണ്. അതിൽ കൂടുതലാണെങ്കിൽ നമുക്ക് നോർമലല്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് 50 മില്ലിയിൽ അല്ലാതെ 1 മില്ലി പോലും കൂട്ടിയില്ല. സർജറി ആമീൻ പോയി 3-ന്റെ അന്ന് സർജറി കഴിഞ്ഞ് 3-ന്റെ അന്ന് പരിശുദ്ധാത്മാവ് എന്നെ കൊണ്ടുവന്നു. പ്രിയപ്പെട്ടവനോട് പറഞ്ഞു നാളെ എന്നെ പേര് വെട്ടും. ആമീൻ. ബുധനാഴ്ച എന്നെ പേര് വെട്ടും. എനിക്ക് വസ്ത്രം എന്നെക്കാളും സർജറി ചെയ്തവർ ഇവിടെ കിടക്കണം. എന്നുവെച്ചാൽ ഡോക്ടറെക്കാളും വലിയ ഡോക്ടറല്ലേ അവർ ഇതാ കിടക്കണം. പിന്നെ എങ്ങനെ പേര് വെട്ടും? ഞാൻ മോളടുത്ത് പറഞ്ഞു മോളെ എനിക്ക് തുണി കൊണ്ടുവരണം കേട്ടോ, എന്നെ ഇന്ന് പേര് വെട്ടും. ഇല്ല അമ്മയ്ക്ക് അതൊക്കെ തോന്നും. ഇല്ല മക്കളെ എന്നെ ഇന്ന് വെട്ടും. എന്ന് വെച്ചാൽ നമുക്ക് രണ്ടുപേർക്ക് ഒരു ഉടമ്പടിയുണ്ടേ. വിളിച്ചവൻ വിശ്വസ്തനല്ലേ. ഹല്ലേലൂയ. ദൈവത്തോട് ചോദിച്ചതുപോലെ നനച്ചതുപോലെ 1 രൂപ ആരോടും കടം വാങ്ങിച്ചില്ല. 1 രൂപ ആരും തന്നില്ല, കരം നീട്ടിയില്ല. അതുപോലെ 3 ദിവസം കഴിഞ്ഞു പരിശുദ്ധാത്മാവ് എന്നെ അവിടെ ചെന്ന് എനിക്ക് വസ്ത്രം വാങ്ങിക്കൊണ്ട് വന്നു. നോക്കണമേ, എന്നെ എല്ലാം ചെയ്തപ്പോൾ നെയ്യാറ്റിൻകരയിൽ നിന്ന് കാർ എനിക്ക് മുറ്റത്ത് വന്നു. RCCയുടെ മുറ്റത്ത് വന്ന് ഞാൻ വിളിച്ചില്ല. അതാണ് ഈ ദൈവ പൈതൽ. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്നെനിക്ക് സന്തോഷത്തോട് പറയാം. വചനം പറയുന്നു മരിച്ചവരും മൗനതയിൽ ഇറങ്ങിയവരാരും ദൈവത്തെ സ്തുതിക്കുന്നില്ല. വചനം 115-ന്റെ 17 നോക്കിക്കൊള്ളാം. വചനം പറയുന്നു 118-ന്റെ 17 ഞാൻ മരിക്കയില്ല, ഞാൻ ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും. ഞാൻ മരിച്ചില്ല കേട്ടോ, ഞാൻ ഇന്ന് ജീവനോടെ ഇരുന്ന് നിങ്ങളുടെ മുൻപിൽ ഒരു സാക്ഷിയായിരിക്കാൻ പരിശുദ്ധാത്മാവ് എന്നെ സഹായിച്ചതിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ. എത്രത്തോളം എന്നെ കൊണ്ടുവന്ന ദൈവത്തിന് 1000 മടങ്ങ് നന്ദി പറഞ്ഞുകൊണ്ട് ആമേൻ. ഈ സമയം എനിക്ക് ഒരുക്കി തന്ന കർത്താവിന്റെ ദാസനും കുടുംബത്തിന് ഹല്ലേലൂയ. പ്രത്യേകിച്ച് ഞങ്ങളെ ക്ഷണിച്ച ആമേൻ കൂട്ടിക്കൊണ്ടുവന്ന ഷീല സിസ്റ്റർ സഭയിലെ എല്ലാ വിശ്വാസികൾക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ വാക്ക് നിർത്തുന്ന എല്ലാ മഹത്വം ദൈവത്തിന് ഒരു ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.